ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഹോട്ട് ടോപ്പിക്സിന്റെ 18ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഹോട്ട് ടോപ്പിക്സിൽ പ്രധാനപ്പെട്ട കായിക ഇനങ്ങളും കളിക്കാരുടെ എണ്ണവും ഈ ടോപ്പിക്കൊക്കെ നമ്മൾ ഈ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ എവിടേക്ക് മാറ്റണം? കലാ സാഹിത്യ സംസ്കാരം എന്ന ടോപ്പിക്കിലേക്ക് അവിടെ വരുന്ന വിഷയങ്ങളാണ് ഈ ഹോട്ട് ടോപ്പിക്സിന്റെ ഏരിയ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഇനിയും പ്രത്യേകിച്ചിട്ട് കലാ സാഹിത്യം സംസ്കാരം നമുക്ക് എടുക്കില്ല. ആ കലാ സാഹിത്യ സംസ്കാരത്തിൽ സാധാരണയായിട്ട് വരാനുള്ള ചില ഏരിയസ് ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, ഹോട്ട് ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി പോകാം കേട്ടോ. അപ്പൊ നമ്മൾ കേരളം ഭരണ സംവിധാനം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ സുപ്രധാന നിയമങ്ങൾ കംപ്ലീറ്റ് ആയി, എക്കണോമിക്സ് കംപ്ലീറ്റ് ആയി, പിന്നെ ഇന്ത്യൻ ജോഗ്രഫി ഇതാ കുറച്ച് SCRT കൂടി കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യൻ ജോഗ്രഫി കംപ്ലീറ്റ് ആയി. നമുക്ക് എന്ത് ചെയ്യണം, ഇനി കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറച്ച് ടോപ്പിക് എടുക്കാനുണ്ട്, അത് കുറച്ചേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതും കഴിഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷനും കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇന്ത്യൻ ജോഗ്രഫി അത് കഴിഞ്ഞിട്ട് അതിലും കുറച്ച് എന്താ നമുക്ക് SCRT ലെസൺസ് ആഡ് ചെയ്യാനുണ്ട്. ആ ലെസൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻ ജോഗ്രഫിയും കുറേ 10-15 വീഡിയോ ചെയ്തിട്ടുണ്ട്. +1 +2 ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആ ക്ലാസ്സുകൾ ഇട്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി അവിടെ ഇന്ത്യൻ ജോഗ്രഫി എന്ത് ചെയ്യും, കഴിയും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹിസ്റ്ററിയിൽ ഒരിക്കലും ടോപ്പിക്കുകളായിട്ട് ഇരുന്ന് പഠിക്കാനും നല്ലത് നല്ലോണം SCRT നല്ലോണം പ്രീവിയസ് ക്വസ്റ്റിന് വർക്കൗട്ട് ചെയ്താൽ ഹിസ്റ്ററി എന്നുള്ള 5 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അത് ഇന്ത്യൻ ആയിക്കോട്ടെ, വേൾഡ് ആയിക്കോട്ടെ, നമ്മുടെ കേരളം ആയിക്കോട്ടെ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ക്ലാസ്സുകളൊക്കെ പ്രയോജനപ്പെടുത്തുക. വരുന്ന എക്സാമുകൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അത് നിങ്ങളുടെ ഡെഡിക്കേഷൻ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ ഇരിക്കും മാർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പ്രധാനപ്പെട്ട കായിക ഇനങ്ങളും കളിക്കാരുടെ എണ്ണവും ഇത് ടോപ്പിക് നമ്മൾ എടുത്തു പറയുന്നുണ്ട് കേട്ടോ. കലാസാഹിത്യം സംസ്കാര സിലബസിലൊന്ന് നോക്കിക്കേ. അതുപോലെ നമ്മൾ അതിലെ സാഹിത്യത്തിൽ വരുന്ന കുറെ പുരസ്കാരങ്ങളുണ്ട്. അതിൽ എഴുത്തച്ഛൻ അവാർഡ്, വള്ളത്തോൾ അവാർഡ്, ഹരിവരാസൻ അവാർഡ്, ഇതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു അല്ലേ. പിന്നെ അങ്ങനെ എന്തെങ്കിലും കുറേ ടോപ്പിക്കുകൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ നോക്കിയേ, ബാഡ്മിന്റൺ സിംഗിൾസും ഉണ്ട്, ഡബിൾസും ഉണ്ട്. അതിൽ 1 അല്ലെങ്കിൽ 2 ഇങ്ങനെയാണ്. ബാഡ്മിന്റൺ സിംഗിൾസ് 1, ഡബിൾസോ 2. ഓക്കെ, യഥാക്രമം കണക്കാക്കണം കേട്ടോ. 1 ബാഡ്മിന്റണിൽ എത്രയാണ്, 1 അല്ലെങ്കിൽ 2, സിംഗിൾസിൽ 1, ഡബിൾസിൽ 2. ബേസ്ബോളിൽ 9 പേരാണ് കളിക്കാർ. എത്രയാണ്? ബേസ്ബോളിൽ 9 പേര്. ബേസ് ബോള് 9. ഇത് കാണാപ്പാടം പിടിച്ചിട്ടൊന്നും തലക്കേറില്ല. നല്ല സ്പോർട്സ് ഒക്കെ എന്താണ് ഇഷ്ടമുള്ളവർക്ക് ശരി, അല്ലാത്ത നമ്മൾ ലേഡീസിനൊന്നും സ്പോർട്സിന്റെ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ കേൾക്കുമ്പോൾ ഈ ചൂടും ഇരുന്ന് ഉറങ്ങാൻ പറ്റിയ വിഷയമാണ്. പക്ഷെ നമ്മൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. നമ്മളൊരു 8 മിനിറ്റിൽ കൂടുതൽ വീഡിയോ അതിൽ പോവില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ഉറക്കമൊന്നും വരില്ല കേട്ടോ. വലിയ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ സ്പോർട്സ് എടുക്കാൻ ഇരുന്ന സ്പോർട്സിന്റെ വഴിക്ക് ഞാൻ ക്ലാസ്സുമായിട്ട് പോകും, നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടാവും. ആ അവസ്ഥയാകും. അപ്പോൾ ഇത് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ഒന്ന് റിവിഷൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ബേസ്ബോള് 9, ബാസ്കറ്റ് ബോളോ 5. ഇതൊന്ന് നോക്കിക്കേ, ഒരു ബാസ്കറ്റ് ഒന്ന് കണക്കാക്കിക്കേ നിങ്ങൾ. ഓക്കെ, നമ്മളിങ്ങനെ ഒരു വേസ്റ്റ് ബോക്സ് ഉണ്ടാവും അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, സാധനങ്ങളൊക്കെ വേസ്റ്റ് ബോക്സ് ഇതിലേക്ക് ഇടുകയാണ്. ഒരു 5 ബോൾ എടുത്തിട്ട് ഈ ബാസ്ക്കറ്റിലേക്ക് വന്നിട്ടേ, ഒരു 5 ബോള്. 1 2 3 4 5. ഞാൻ ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കത് ഓർമ്മയേ കിട്ടില്ല. ഈ ബാസ്കറ്റ് ബോളിലെ ഇത് ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ പ്രീവിയസ് ആയിട്ട് ബാസ്കറ്റ് ബോൾ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യമൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു കൊട്ടയില്ലേ, വേസ്റ്റ് കൊട്ട, നമ്മുടെ കിച്ചണിൽ മനസ്സിൽ കണ്ടു. അവിടെ ഒരു വേസ്റ്റ് കൊട്ടനെ മനസ്സിൽ കണ്ടു. ഒരു 5 ബോൾ എടുത്തിട്ട് ഞാൻ ആ വേസ്റ്റ് ബോക്സിലേക്ക് ഇടുന്നതായിട്ട് കണക്കാക്കി. എത്ര ബോൾ ഇടണം? ഒരു 5 ബോൾ അങ്ങോട്ട് ഇട്ടണം കേട്ടോ. ആ ബാസ്കറ്റ് ബോൾ അപ്പം 5 അത് പഠിച്ചില്ലേ. പിന്നെ ബേസ് ബോൾ എന്താണ്? 9 ആണ്. ബേസ് ബോളും ബാസ്കറ്റ് ബോളും കണക്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ക്രിക്കറ്റ്. മെയിൻ ആയിട്ടുള്ള കളിയാണ് ക്രിക്കറ്റ്, ഫുട്ബോള്, പിന്നെ ഹോക്കി. ഈ 3 അല്ലേ. ഈ 3 വരുന്നത് എത്രയാണ്? 11 അല്ലേ. അപ്പൊ മെയിൻ ആയിട്ടുള്ള നമ്മൾ കളിയിൽ പറയുന്നതാണ് ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി. അപ്പോൾ ഈ 3 എത്രയാണ് വരുന്നത്? 11. അത് അങ്ങനെ അവിടെ കണക്ട് ചെയ്യുക. ബാസ്കറ്റ് ബോളിൽ 5 ബേസ്ബോളിൽ 9. കണക്ട് ചെയ്തല്ലോ. പിന്നെ ബാൻഡി എന്ന കളിയിൽ അതിലും എന്താണ്? 11 പേരാണ്. അപ്പോൾ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി, ബാൻഡി, ഇതിൽ 4 എത്രയായി? 11 ആയി കേട്ടോ. അപ്പൊ ഇനി ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. ഇനി ബില്യാർഡ്സ് അല്ലെങ്കിൽ സ്നൂക്കർ, അതിൽ എത്രയാണ്? 1. അപ്പൊ നിങ്ങൾ 1 വരുന്നതൊക്കെ പഠിച്ചു വെക്കുക. ബാഡ്മിന്റൺ നമുക്കറിയാലോ, കളി കാണുമ്പോൾ തന്നെ അറിയാലോ, 1. ബില്യാർഡ് അല്ലെങ്കിൽ സ്നൂക്കർ 1. പിന്നെ ചെസ്സില് ഒരാളിൽ കളിക്കാനിരിക്കുള്ളൂ, അപ്പുറത്തെ ഒരാൾ ഇപ്പുറത്തെ ഒരാൾ അല്ലേ. പക്ഷെ നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് കണക്കാക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരാളിൽ കണക്കാക്കുന്നത്. അപ്പൊ ചെസ് 1. പിന്നെ ക്രിക്കറ്റില് ബ്രിഡ്ജ് അല്ലേ, ബ്രിഡ്ജ് 2. ക്രിക്കറ്റിൽ നമ്മൾ പറഞ്ഞു 11. പിന്നെ ക്രോക്കറ്റ്, ഓക്കെ, ക്രോക്കറ്റിൽ 13 അല്ലെങ്കിൽ 15 കേട്ടോ. 13 അല്ലെങ്കിൽ 15. ഫുട്ബോൾ നമ്മൾ പറഞ്ഞു 11. ഹോക്കി 11. അപ്പൊ ഈ ഭാഗത്ത് ഏതൊക്കെയാണ്? 1 ബാഡ്മിന്റൺ, 1 അല്ലെങ്കിൽ 2 ബാഡ്മിന്റൺ പഠിച്ചു. ചെസ്
1. 1 വരുന്നതൊക്കെ നമുക്ക് ആദ്യം നോക്കാം. പിന്നെ ബില്യാർഡും സ്നൂക്കറും 5 നോക്കിക്കേ, അവിടെയും 1 അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ചെസ്, സ്നൂക്കർ അല്ലേ, സ്നൂക്കർ അല്ലെങ്കിൽ ബില്യാർഡ്, പിന്നെ ബാഡ്മിന്റൺ പഠിച്ചോ? ബാഡ്മിന്റൺ, ചെസ്, സ്നൂക്കർ, ബാഡ്മിന്റൺ 1. ഇനി പിന്നെ നമ്മൾ പഠിച്ചത് ബാസ്കറ്റ്. ആ കൊട്ട കണക്കാക്കിയോ? എത്ര ബോൾ എറിയണം? ഒരു 5 ബോൾ എറിഞ്ഞേ. ബാസ്കറ്റ് ബോൾ 5, ബേസ് ബോൾ 9. ഓക്കെ, 5ഉം 9ഉം. പിന്നെ മെയിൻ ആയിട്ടുള്ള കളിയായ ക്രിക്കറ്റ്, ഫുട്ബോള്, ഹോക്കി, ബാൻഡി, ഈ 4 എണ്ണത്തിലും എത്രയാണ്? 11. ഈ ഭാഗം പഠിച്ചു എന്ന് വിചാരിക്കണം. അടുത്തതിലേക്ക് നോക്കാം. ഇനി ഐസ് ഹോക്കി 6. നമ്മൾ ഹോക്കി എത്ര പറഞ്ഞു? 11. ഐസ് ഹോക്കി ആകുമ്പോൾ എന്താണ്? 6. കബഡിയിൽ എത്ര പേരാണ്? 7. ഗോ 9. ലാക്രോസിൽ 12. നെറ്റ് ബോളിൽ 7, കിക്ക് ബോൾ 10, വടംവലി 8, പോളോ 4, റഗ്ബി ഫുട്ബോൾ 15 കേട്ടോ. സ്ക്വാഷ് 1, ടേബിൾ ടെന്നീസ് അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ടല്ലേ കളിക്കുക, 1 അല്ലെങ്കിൽ 2 അല്ലേ. ടെന്നീസിൽ 1 or 2, വോളിബോളിൽ 6, വാട്ടർ പോളോ 7, വാട്ടർ ബാസ്കറ്റ് ബോൾ 5. ബാസ്കറ്റ് ബോൾ ആണെങ്കിലും വാട്ടർ ബാസ്കറ്റ് ബോൾ ആണെങ്കിലും ഒക്കെ എന്താണ്? അവിടെ 5 തന്നെയാണ് അല്ലേ. നമ്മൾ നേരത്തെ 5 ബോൾ എറിയുന്നത് പഠിച്ചു അല്ലേ. ഇതില് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഐസ് ഹോക്കി പഠിക്കുക, കബഡി പഠിക്കുക, പിന്നെ വടംവലി പഠിക്കുക. പോളോ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ ടേബിൾ ടെന്നീസ് നമുക്ക് പിന്നെ അറിയാം. വാട്ടർ പിന്നെ വോളിബോൾ, ഇതൊക്കെയാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഐസ് ഹോക്കി, അപ്പൊ ഹോക്കിയിൽ നമ്മൾ 11 പഠിച്ചു. അപ്പൊ ഐസ് ഹോക്കിയിൽ എന്ത് ചെയ്യുക? 6 പഠിക്കുക. കബഡി നമ്മൾ അല്ലേ, നമ്മൾ അതൊന്ന് കളിക്കുന്നതൊന്ന് നോക്കിക്കേ. കബഡി കളിക്കുന്നത് 7 പേരാണ് കേട്ടോ. എത്രയാണ് ഒരു ടീമില്? 7 പേരാണ് കബഡി. അത് നമുക്കൊരു കാര്യം ചെയ്താലോ? നമ്മൾ കബഡി ആലോചിക്കാനേ, നമ്മുടെ സ്കൂളിലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എത്ര പീരീഡ് ഉണ്ട്? 7 പീരീഡ് അല്ലേ. നമുക്ക് 7 പീരീഡ് കഴിഞ്ഞിട്ട് നമ്മളെ പി ടിക്ക് വിടും അല്ലേ. ക്ലാസ് 7 പീരീഡിന്റെ ഉള്ളിൽ ഒരു പീരീഡ് ആയിരിക്കും പി ടി. നമുക്ക് അത് കണക്കാക്കണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ക്ലാസ്, നമ്മൾ സ്കൂളിലെ ആ ഒരു ബെഞ്ചൊന്ന് ആലോചിച്ച് നമ്മൾ അവിടെ ഇരിക്കുന്ന നമ്മുടെ പഴയകാല ഓർമ്മ, അതില് 7 പീരീഡ് കഴിഞ്ഞു കേട്ടോ. 7 പീരീഡ് കഴിഞ്ഞു. 4 മണിക്ക് സ്കൂൾ വിട്ടു. സ്കൂൾ വിട്ടപ്പോൾ എന്ത് പറയാണ്? നിങ്ങൾ ഒരു അരമണിക്കൂർ ഇവിടെ പി ടി ആണ്, നിങ്ങൾ കളിച്ചിട്ട് പോയാൽ മതി പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കബഡി കളിക്കണം കേട്ടോ. അപ്പൊ എത്ര പീരീഡ് കഴിഞ്ഞിട്ടാണ്? 7 പീരീഡ് കഴിഞ്ഞിട്ടാണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക? കബഡിയില് 7 പേരാണ്. ഗോ 9. പിന്നെ ലാക്രോസ് 12. ഒന്നും വരാൻ സാധ്യതയില്ല കേട്ടോ. അപ്പൊ ഇതില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളിയിൽ മനസ്സിലാക്കുക. നെറ്റ് ബോൾ 7, കിക്ക് ബോൾ 10, വടംവലി എത്ര പേരാണ്? 8 പേരാണ് കേട്ടോ. വടംവലിയിൽ എത്രയാണ്? 8 പേരാണ്. പോളോ 4. പോളോ എന്ന അക്ഷരം എങ്ങനെയാണെന്ന് നോക്കിക്കുക. നമ്മൾ പോളോ, ഒരു മുട്ടായില്ലേ, പോളോയുടെ മുട്ടായില്ലേ, പോളോ എത്ര അക്ഷരമാണ്? 4 അല്ലേ. പിയോ യെല്ലോ, പോളോ എങ്ങനെയല്ലേ ഇത്? അപ്പൊ എത്ര അക്ഷരമുണ്ട്? 4. അപ്പൊ 4 കളിക്കാര്. റഗ്ബി ഫുട്ബോൾ 11. റഗ്ബി ഫുട്ബോൾ ആകുമ്പോൾ അവിടെ 15 ആയി. സ്ക്വാഷ് 1. ടേബിൾ ടെന്നീസ് അതൊക്കെ പിന്നെ കളിയിൽ നമുക്കറിയും. ടെന്നീസ് കളിക്കുന്നതൊക്കെ 2 പേരല്ലേ, 1 അല്ലെങ്കിൽ 2. വോളിബോൾ 6, വാട്ടർ പോളോ 7, വാട്ടർ ബാസ്കറ്റ് ബോൾ 5. ഓക്കെ ആണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് എനേബിൾ ചെയ്യണേ. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് അംഗമാകും കേട്ടോ. കാരണം ക്ലാസ് ഇട്ടതിന് ഞാൻ അവിടേക്ക് ലിങ്ക് തരും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലാസ്സുകൾ കാണാനും, പിന്നെ ഇതിൽ തിരയേണ്ട ആവശ്യമില്ലല്ലോ, യൂട്യൂബിൽ തിരയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ടെലിഗ്രാമിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ലൈക്ക് ഒക്കെ ചെയ്ത് താഴെ ഒന്ന് കമന്റ് ഒക്കെ രേഖപ്പെടുത്തണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.